ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഹസനും ഹുസൈൻ എന്ന പേരുള്ള പൊന്നുമക്കളുണ്ടല്ലോ, ഫാത്തിമത്ത് സഹറയുടെ പൊന്നുമക്കളായ ഹസൻ ഹുസൈൻ, അള്ളാന്റെ ഹബീബിന്റെ പേരക്കിടാങ്ങളായ ഹസൻ ഹുസൈൻ, ആ പൊന്നുമക്കളെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹ് ചിലത് ഓതിയിട്ട് മന്ത്രിക്കുകയാണ്. അള്ളാന്റെ റസൂല് മന്ത്രിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇത് സാക്ഷാൽ ബുഖാരിയിലുള്ള ഹദീസ് തന്നെയാണ്. അള്ളാന്റെ റസൂല് മന്ത്രിച്ചു. എന്താ മന്ത്രിച്ചതെന്നറിയോ? ഹസനും ഹുസൈൻ എന്ന പ്രിയപ്പെട്ട പേരമക്കളെ അടുത്തേക്ക് വിളിച്ചിട്ട് അള്ളാന്റെ റസൂല് മന്ത്രിച്ചത് എന്തു പറഞ്ഞിട്ടാണെന്നറിയോ? അഊദു ബികലിമാത്തില്ലാഹി തമ്മാ മിൻ കുല്ലി ശൈത്താനിൻ വഹമ്മാ വമിൻ കുല്ലി ഐനിൻ ലാമ്മാ. ഇതാണ് മഹാനായ പ്രവാചകന് മന്ത്രിച്ചത്. എന്താണ് അതിന്റെ അർത്ഥമെന്ന് ഞാൻ പറയാ, പക്ഷെ നമ്മുടെ വിഷയം അവിടെയല്ല. ഇങ്ങനെ ഹസൻ ഹുസൈൻ എന്ന പൊന്നുമക്കളെ അടുത്തേക്ക് വിളിച്ചിട്ട് അവർക്ക് മന്ത്രിച്ചു കൊടുത്തിട്ട് റസൂലുള്ളാഹ് പറഞ്ഞൊരു വാക്കെന്തെന്നറിയോ? എന്റെ പിതാവ് ഇബ്രാഹിം നബി അദ്ദേഹത്തിന്റെ മക്കളായ ഇസ്മായിലിനെയും ഇസ്ഹാക്കിനെയും അടുത്തേക്ക് വിളിച്ചിട്ട് ഇതുപോലെ മന്ത്രിച്ചിട്ടുണ്ട്, ഇതുപോലെ മന്ത്രിച്ചിട്ടുണ്ട്. എന്താണ് പ്രിയപ്പെട്ടവരെ? പിതാവായ ഇബ്രാഹിം നബി തന്റെ മക്കളായ ഇസ്മായിലും ഇസ്ഹാഖും എന്ന മക്കൾക്ക് മന്ത്രിച്ചു കൊടുത്തത് അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മന്ത്രിച്ചു എന്ന് റസൂലുള്ളാഹിക്ക് പറയേണ്ട കാര്യമില്ല. കാരണം അവിടുന്ന് എന്തു പറഞ്ഞാലും അക്ഷരം പ്രതി അനുധാവനം ചെയ്യാൻ ആയിരക്കണക്കായ സഹാബത്ത് മുന്നിലുള്ളപ്പോ ഈ ലോകം മുഴുവനും റസൂലുള്ളാഹിന്റെ കൽപ്പനയ്ക്ക് അനുസരിച്ചുകൊണ്ട് ശിരസാവഹിച്ചുകൊണ്ട് ജീവനും ജീവിതവും റസൂലുള്ളാഹിന് സമർപ്പിക്കാൻ പ്രതിജ്ഞയെടുത്ത സഹാബത്തിന്റെ മുമ്പിൽ, അവിടുത്തെ അനുയായികളുടെ മുമ്പിൽ എന്റെ വാപ്പ ഇബ്രാഹിം നബി ഇസ്മായിലിനും ഇസ്ഹാഖിനും മന്ത്രിച്ചു എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അതെന്തിനാണ് പറഞ്ഞത്? അത് ലോകത്ത് ഇബ്രാഹിം നബിയുടെ സ്മരണ നിലനിർത്താൻ വേണ്ടിയാണ്. എന്താണ് ആ മന്ത്രത്തിന്റെ അർത്ഥമെന്നറിയോ? മക്കളോട് സ്നേഹമുള്ള, അരിവുള്ള, ദയയുള്ള, കരുണയുള്ള, ആർദ്രതയുള്ള ഉമ്മ. ഏത് സമയത്തും മക്കളെ സൗകര്യം കിട്ടുന്ന സമയത്തൊക്കെ ആ മക്കളെ വിളിച്ചടുത്തേക്ക് നിർത്തിയിട്ട് നിങ്ങൾ മന്ത്രിക്കേണ്ടത് അഊദു ബികലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലമ്മ. എന്താണ് അതിന്റെ അർത്ഥമെന്നറിയോ? അഊദു ബികലിമാത്തില്ലാഹി തമ്മ, സമ്പൂർണമായ നിന്റെ വാചകങ്ങൾ കൊണ്ട്, അല്ലാഹുവേ നിന്റെ സമ്പൂർണമായ കമാലിയത്തിന്റെ ഏറ്റവും വലിയ പൂർണ്ണമായ വാചകങ്ങൾ കൊണ്ട് നിന്നോട് ഞാൻ കാവല് തേടുകയാ. ഈ മക്കളിൽ നിന്ന് മക്കളെ നിന്നോട് കാവല് തേടുകയാണ്. എന്തിൽ നിന്നാണ്? മിൻ കുല്ലി ശൈത്താനിൻ വഹമ്മാ, മിൻ കുല്ലി ശൈത്താനിൻ, എല്ലാ പൈശാചികതകളിൽ നിന്ന്, എന്റെ മക്കളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള മുഴുവൻ പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവല് തേടുകയാണ്. വഹമ്മാ, ക്ഷുദ്രജീവികളുടെ, വിഷജന്തുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ കാവൽ തേടുകയാണ്. വമിൻ കുല്ലി ഐനിൻ ലമ്മാ, എല്ലാ നിലയിലും മനുഷ്യനെ ഇടങ്ങേറാക്കുന്ന കണ്ണേറിൽ നിന്ന് നിന്നോട് കാവൽ തേടുകയാണ് അല്ലാ. ഇത് അല്ലാഹുവിന്റെ റസൂല് പേരമക്കൾക്ക് വേണ്ടി മന്ത്രിക്കുന്ന മന്ത്രമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് മന്ത്രിച്ചിട്ട് ഇബ്രാഹിം നബിയും മന്ത്രിച്ചു എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇത് നിലനിൽക്കുന്നിടത്തോളം കാലം, ഇബ്രാഹിം നബിയുടെ മില്ലത്ത് ഈ ലോകത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം ഇബ്രാഹിം നബിയുടെ സ്മരണ ലോകം ഏറ്റെടുക്കാൻ വേണ്ടിയാണ്. നാളെ മുതൽ മന്ത്രിച്ചു കൊടുക്കുന്ന ഓരോ ഉമ്മമാരും ഇബ്രാഹിം നബിയെ ഓർക്കും. അഊദു ബികലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലമ്മ. കാരണം എന്താണ്? ഇബ്രാഹിം നബി ഇസ്ഹാഖ് നബിക്കും യാക്കൂബ് നബിക്കും ഇസ്ഹാഖ് നബിക്കും ഇസ്മായിൽ നബിക്കും മന്ത്രിച്ചു കൊടുത്ത മന്ത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് മന്ത്രിക്കാറുണ്ടായിരുന്നത്. തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇതാണ് ഇബ്രാഹിം നബി നമ്മളും തമ്മിലുള്ള ബന്ധം. തീരുന്നില്ല, വെളുക്കുന്നത് വരെ പറഞ്ഞാലും തീരില്ല. ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയെ, ഇബ്രാഹിം നബിയെ മറക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു കാര്യം നമുക്കിവിടെ മക്കയിൽ ചെയ്യണം.
അള്ളാന്റെ റസൂല് പറഞ്ഞു, പടച്ചോന്റെ കൽപ്പന ഒന്നും വന്നിട്ടില്ല, എന്നാലല്ലേ എനിക്കെന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. അവസാനം ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ മനസ്സിന്റെ മോഹം പോലെ അള്ളാഹ് ആയത്തിറക്കി കൊടുത്തു. എന്താ ആയത്തെന്നറിയോ? വത്തഖിദു മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ. ഇബ്രാഹിം നബിയുടെ സ്മരണ നിലനിർത്താൻ വേണ്ടി മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ നിങ്ങൾ നിസ്കരിക്കുക. ഉംറയ്ക്ക് പോയവർക്കറിയാം, ഹജ്ജിന് പോയവർക്കറിയാം, തവാഫ് ചെയ്തിട്ട് മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ വന്ന് 2 റക്അത്ത് നിസ്കരിക്കാതെ സഈ ചെയ്യാൻ വേണ്ടി ആരും പോകാറില്ല. കാരണം എന്താണ്? ഇബ്രാഹിം നബിയുടെ സ്മരണ ലോകത്ത് നിലനിർത്തണമെന്ന് ആഗ്രഹിച്ച ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിന്റെ മോഹം പോലെ അല്ലാഹു ആകാശ ലോകങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് സൂക്തമിറക്കിയിട്ട് ഇബ്രാഹിം നബിയുടെ സ്മരണ ലോകത്ത് നിലനിർത്തി. അള്ളാഹു മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്ന വിശ്വാസത്തിൽ വീണ്ടും പ്രസംഗിക്കാൻ കാരണം ഇവിടെ ഇരിക്കുമ്പോ തിരിയുന്നില്ലല്ലോ. ഇവിടെ ഇരിക്കുമ്പോ മനസ്സിലാവൂല. അവിടെ ഓക്കെ അല്ലേ? ശരി. ഇബ്രാഹിം നബിയെ നമ്മളും തമ്മിലുള്ള ബന്ധമായി പറഞ്ഞത് ഇനി ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റാത്ത അത്രയും ബന്ധം ഇബ്രാഹിം നബിയും നമ്മളും തമ്മിലുണ്ട്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലെ ഓരോ സന്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കലാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ മക്കളെ മാർഗം ചെയ്തത് കൊണ്ട് ഇബ്രാഹിം മില്ലത്തായി എന്നാരും കരുതണ്ട. മക്കളെ ചേലാകർമ്മം ചെയ്ത് സുന്നത്ത് കല്യാണം നിർവഹിച്ചപ്പോ ഞാൻ ഇബ്രാഹിം നബി എന്ന വാപ്പാടെ മോനായി മാറി എന്ന് ആരും കരുതണ്ട. അത് മാത്രമല്ല മില്ലത്തായിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഞാൻ ഒരെണ്ണം പറയാം, സമയമുണ്ടെങ്കിൽ രണ്ടാമതും പറയാം. ഒന്നാമതായി നമ്മൾ പഠിക്കേണ്ട കാര്യം, സഹോദരിമാര് ശ്രദ്ധിച്ച് കേൾക്കുക, ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ 5 പരീക്ഷണങ്ങളാണ്. എല്ലാവർക്കും അറിയാം, അത് വിശദീകരിക്കുന്നില്ല. 5 പരീക്ഷണങ്ങൾ ഇബ്രാഹിം നബി നേരിട്ടു. ശ്രദ്ധിക്കണേ, ഈ 5 പരീക്ഷണങ്ങൾ മലപ്പുറം ജില്ലയിൽ വീതിച്ചു കൊടുത്താൽ, കേരളത്തിൽ വീതിച്ചു കൊടുത്താൽ, ഇന്ത്യയിൽ വീതിച്ചു കൊടുത്താൽ ഇബ്രാഹിം നബി നേരിട്ട 5 പ്രതിസന്ധികൾ, 5 പരീക്ഷണങ്ങൾ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും വീതിച്ചു കൊടുത്താൽ പോലും ബാക്കിയാവും. അത്രയും വലിയ പരീക്ഷണങ്ങളാണ് ഇബ്രാഹിം നബി നേരിട്ട 5 പരീക്ഷണങ്ങൾ. ഏതാ 5 പരീക്ഷണം എന്നറിയോ? പക്ഷെ ഒന്ന് നമ്മൾ അറിയണം, ഈ 5 സ്ഥലത്തും ഇബ്രാഹിം നബി പതറിയില്ല. ഈ 5 സ്ഥലത്തും ഇബ്രാഹിം നബി തളർന്നില്ല. ഈ 5 സ്ഥലത്തും ഇബ്രാഹിം നബി കരഞ്ഞില്ല. ഈ 5 സ്ഥലത്തും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചഞ്ചലനായില്ല. പക്ഷേ ഇബ്രാഹിം നബി സങ്കടപ്പെട്ടു പോയത് ഒരേ ഒരു സ്ഥലത്താണ്. അത് ഞാൻ പിന്നീട് പറയാം. അത് ഈ ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ടതല്ല. പക്ഷേ മറ്റൊരു സ്ഥലത്ത് ഇബ്രാഹിം നബിക്ക് സങ്കടം ഉണ്ടായി. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായി ഈ കാലഘട്ടത്തിൽ ഉണ്ടാകേണ്ട കാര്യം. ശ്രദ്ധിച്ചു കേട്ടോ. ഇബ്രാഹിം നബി നേരിട്ട 5 പരീക്ഷണങ്ങൾ ഏതാണ്? 5 പ്രതിസന്ധികൾ ഏതാണ്? നമുക്കറിയുമല്ലോ. ഒന്നാമതായിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ്. സഹോദരങ്ങളെ, ആരെ തള്ളിക്കളഞ്ഞാലും, ആരെ ഇറക്കി വിട്ടാലും, ആരെല്ലാം ഓടിച്ചു വിട്ടാലും, ആരെല്ലാം എവിടെ നിന്ന് എന്തെല്ലാം പ്രശ്നങ്ങളുടെ പേരിൽ ഒരു മനുഷ്യനെ വേട്ടയാടിയാലും ആ മനുഷ്യൻ താങ്ങും തണലുമാകേണ്ടത് വീട്ടിലല്ലേ? താങ്ങും തണലുമാകേണ്ടത് വാപ്പയല്ലേ? താങ്ങും തണലുമാകേണ്ടത് വീട്ടുകാരല്ലേ? ആര് തള്ളി പറഞ്ഞാലും ഇല്ല, എനിക്കത് കളയാൻ പറ്റില്ല, എന്റെ മോനാണ്, എനിക്ക് ജനിച്ച പൊന്നുമോനാണ് എന്ന് പറഞ്ഞ് ചേർത്തു പിടിക്കേണ്ട, അണച്ചു പിടിക്കേണ്ട വാപ്പ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ് ഇബ്രാഹിം എന്ന മകനെ. അറിയുമല്ലോ പ്രിയപ്പെട്ടവരെ, വിഗ്രഹത്തിന്റെ നിർമ്മാതാവായ, വിഗ്രഹത്തിന്റെ ആരാധകനായ, വിഗ്രഹത്തിന്റെ ക്രയവിക്രയം നടത്തി കച്ചവടം നടത്തിയിരുന്ന ആസർ എന്ന് പറയുന്ന പിതാവിന്റെ മുമ്പിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വീട് വിട്ടിറങ്ങേണ്ടി വന്നു. ആ സമയത്തൊരു മകൻ എന്നുള്ള നിലയിൽ എന്തുമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടാകും. പക്ഷേ ഇബ്രാഹിം നബി അവിടെ പതറിയില്ല. ഇബ്രാഹിം നബി അവിടെ തളർന്നു പോയില്ല. രണ്ടാമത് പരീക്ഷണം വന്ന് എന്ത് പരീക്ഷണമാണെന്നറിയോ? ലോകം കണ്ട ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയായ ഏകാധിപതിയായ
ഏകാധിപതിയായ ധിക്കാരിയായ അഹങ്കാരിയായ നമ്രൂദ് എന്ന് പറയുന്ന രാജാവിന്റെ രാജസമക്ഷത്തില് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ചോദ്യം ചെയ്യുകയാ. ഇബ്രാഹിം നബിയെ കൊണ്ടുവന്ന രാജസദസ്സിൽ നിർത്തിയിട്ട് ചോദ്യം ചെയ്യുകയാ. ആളുകൾ ആർത്തു വിളിക്കുകയാ, ജനങ്ങൾ തള്ളിക്കളയുകയാ, ജനങ്ങൾ മോശമായ പദപ്രയോഗങ്ങൾ കൊണ്ട് ഒറ്റപ്പെടുത്തുകയാ. ആ സമയത്ത് രാജസമക്ഷത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുമ്പോ ഇബ്രാഹിം നബി കുലുങ്ങിയില്ല, ഇബ്രാഹിം നബി പതറിയില്ല, ഇബ്രാഹിം നബി തളർന്നു പോയില്ല, ഇബ്രാഹിം നബി ഒരിക്കൽ പോലെ ചഞ്ചലനായില്ല. അവിടുന്ന് മൂന്നാമത്തെ പരീക്ഷണത്തിലേക്ക് പോവുകയാണ്. എന്താണ് മൂന്നാമത്തെ പരീക്ഷണം എന്നറിയോ? വലിയ തീക്കുണ്ടാരം ഉണ്ടാക്കിയിട്ട് ഇബ്രാഹിം നബിയെ കരിക്കാൻ വേണ്ടി തീയിലേക്ക് വലിച്ചെറിയുകയാണ്. പെങ്ങളെ 43 ഡിഗ്രി ചൂടുണ്ടായപ്പോ പുറത്തിറങ്ങാൻ കഴിയാതെ സങ്കടപ്പെട്ടവരാണ് നമ്മളെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കരിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ തീക്കുണ്ടാരത്തിന്റെ കഥ അറിയോ? ആ നാട്ടുകാർ വിറക് പൂജ നടത്തിയിട്ടാണ് ഇബ്രാഹിം നബിയെ കരിക്കാൻ കൊണ്ടുപോയത്. എന്ന് പറഞ്ഞാൽ എന്റെ പിതാവിന്റെ വയറിന്റെ വേദന മാറിയാൽ, എന്റെ ഉമ്മയുടെ തലവേദന മാറിയാൽ ഇബ്രാഹിമിനെ കരിക്കുന്ന അഗ്നിജ്വാലയിൽ ഞാൻ 10 കെട്ട് വിറക് കൊടുത്തേക്കാ. അങ്ങനെ ആളുകൾ നേർച്ചയാക്കാൻ തുടങ്ങി. അങ്ങനെ നേർച്ചയാക്കിയ ആളുകൾ കൊണ്ട് കൊടുത്ത വിറക് ശേഖരിച്ച് ആ നാട്ടിൽ കിട്ടാവുന്ന അപ്പറയും വിറക് കൂട്ടിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കരിക്കാൻ വേണ്ടിയിട്ട് തീക്കുണ്ടാരം ഉണ്ടാക്കുകയാണ്. ഇബ്രാഹിം നബിയെ അതിലേക്ക് കൊണ്ടെറിയാൻ കഴിയാതെ വന്നപ്പോ ഒരു പ്രത്യേകമായ അമ്പിൽ കുത്തി നിർത്തിയിട്ട് സഹോദരങ്ങളെ ഇബ്രാഹിം നബിയെ ആ കാണുന്ന അഗ്നിജ്വാലയിലേക്ക് വലിച്ചെറിയുകയാണ്. കിലോമീറ്ററുകളോളം മുകളിലൂടെ പാറി പറന്നു പോകുന്ന പക്ഷികൾ പോലെ കരിഞ്ഞു വീഴത്തക്കവണ്ണം ഇബ്രാഹിം നബിയെ കത്തിച്ച ആ അഗ്നികുണ്ടാരത്തിന് അപ്പറയും വ്യാപ്തിയുണ്ടായിരുന്നെങ്കിൽ ഇബ്രാഹിം നബി ഒരൽപ്പം പോലും പതറിയില്ല. മഴയുടെ ഉത്തരവാദിത്വമുള്ള മലക്ക് ഇബ്രാഹിം നബിയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞല്ലോ, എന്റെ സഹായം നിങ്ങൾക്ക് വേണോ? ഞാൻ എന്തെങ്കിലും രീതിയിൽ ഇടപെടണോ? ആ സമയത്ത് ഇബ്രാഹിം നബി പറഞ്ഞു, വേണ്ട, ഞാൻ ഖാലിഖായ റബ്ബിനോട് ചോദിച്ചോളാ, എനിക്ക് ആരുടെയും സഹായം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചഞ്ചലനാകാതെ, തളർന്നു പോകാതെ, തകർന്നു പോകാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ അഗ്നികുണ്ടാരത്തെ പൂമാല പോലെ സ്വീകരിച്ചെങ്കിൽ ഇബ്രാഹിം നബി അവിടെയും തളർന്നില്ല പ്രിയപ്പെട്ടവരെ. പിന്നീട് 4ാമത്തെ പരീക്ഷണം തേടി വന്നു. എന്താ 4ാമത്തെ പരീക്ഷണം എന്നറിയോ? ജലരഹിതമായ ഫലരഹിതമായ മലർവാടിയിലെ, മക്കയുടെ മലർവാടിയില്, മരുപ്പച്ച അകലയായ മരുഭൂമിയുടെ മാറിടത്തില്, മസ്ജിദുൽ ഹറമിന്റെ ഒരു ഭാഗത്ത് ഒരു തുള്ളി വെള്ളമില്ലാത്ത മണ്ണില്, ഒരു പച്ചിലയില്ലാത്ത മണ്ണില് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോര കുഞ്ഞിനെയും ഗർഭിണിയായി പ്രസവിച്ച പ്രസവത്തിന്റെ പേറ്റുനോവിന്റെ വേദന വിട്ടുമാറാത്ത ഹാജർ ബീവി എന്ന പ്രിയപ്പെട്ട ഭാര്യയും ഉപേക്ഷിച്ചിട്ട് പോവുകയാ. ആ സമയത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കൽപ്പനയായതുകൊണ്ട് തിരിഞ്ഞു നോക്കാൻ പോലും ഇബ്രാഹിം നബി തയ്യാറായില്ല. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, ഒരു ഭർത്താവിന്റെ മനസ്സിലുണ്ടാകുന്ന വേദന എത്ര വലുതാണ്! ഇവിടെ അബുദാബിയിലോ ഖത്തറിലോ ഒമാനിലോ ദുബായിലോ സൗദിയിലേക്കോ പോകുന്ന ഭർത്താവുണ്ടല്ലോ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയും മക്കളെയും എത്ര തവണയാണ് തിരിഞ്ഞു നോക്കുന്നത്, എത്ര സങ്കടത്തോടെയാണ് അവൻ ഫ്ലൈറ്റ് കയറുന്നത്. ഇബ്രാഹിം നബി മക്കയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് ഇറാഖിലേക്കാ. അതും ഏത് സമയത്ത്? ഒരു പെണ്ണിന് ഏറ്റവും നല്ല ശുശ്രൂഷ കിട്ടേണ്ട പ്രസവാനന്തര സമയം. പ്രസവിച്ച ഉടനെ ഒരു പെണ്ണിന് കിട്ടുന്ന ശുശ്രൂഷ, ആ പരിചരണം, ആ പരിഗണന, അതല്ലേ ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. 2 സൈസ് പ്രസവമുണ്ട്, എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. ഒന്ന് സിസേറിയൻ അല്ലേ, രണ്ടാമത്തെ ഏതാ പ്രസവന്റെ? സുഖപ്രസവം. അതേ എന്തായാലും മലയാളത്തിൽ പറയുന്നത് സുഖപ്രസവം. നമ്മൾ എത്ര ലാഘവത്തോടെയാണ് നമ്മൾ പറയുന്നത് സുഖപ്രസവം. എന്താ ഈ സുഖപ്രസവം എന്ന് പറഞ്ഞാൽ? നമ്മൾ പറയുന്ന വാക്കിന്റെ അർത്ഥം അറിയോ? നല്ല സുഖത്തിൽ അവൾ പ്രസവിച്ചു എന്നാണ് അല്ലേ? പെണ്ണിനോട് ചോദിച്ചു നോക്കണം പ്രസവത്തിന്റെ വേദന എന്താണ്. സാലിഹ് നബിയുടെ ഒട്ടകത്തെ പ്രസവിച്ച പാറ
സ്വാലിഹ് നബിയുടെ ഒട്ടകത്തെ പ്രസവിച്ച പാറയില്ലേ, അത്ഭുത ദൃഷ്ടാന്തമായിട്ട്. ആ പാറയുടെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു പാറ പെണ്ണിന്റെ പേറ്റുനോവിന്റെ ഞരക്കം പോലെ പാറ പോലും മൂളി എന്നാണ്, പാറ പോലും കരഞ്ഞു എന്നാണ്. ചെറിയ കാര്യമല്ല. ഗർഭിണിയായ പെണ്ണ് ലേബർ റൂമിൽ കിടന്ന്, ആ ലേബർ റൂമിൽ കിടക്കുന്ന പെണ്ണ് പ്രസവിച്ചു. പ്രസവം കഴിഞ്ഞ് ഉടൻ തന്നെ താൻ പ്രസവിച്ച തന്റെ കുഞ്ഞിനെ എടുത്ത് തന്റെ മാറിലേക്ക് ചായ്ച്ച് കിടത്തി കൊടുത്തു. ആ സമയത്ത് തന്റെ സ്ത്രീത്വത്തെ സാക്ഷ്യപ്പെടുത്തിയ തന്റെ കുഞ്ഞിന് തന്റെ സ്തനത്തിൽ നിന്ന് പാൽ തുള്ളി തന്റെ കുഞ്ഞിന്റെ ഇളം ചുണ്ടിലേക്ക് പകർന്നു കൊടുത്തിട്ട് ഒരു തുള്ളി പാല് തന്റെ പ്രിയപ്പെട്ട കുഞ്ഞ് അതിന്റെ ചെറിയ കുഞ്ഞിളം ചുണ്ടുകൊണ്ട് കുടിക്കുമ്പോ സ്തനപാനം നടക്കുന്ന സമയത്ത് ആരോ ഒരാൾ ഫോണിൽ വിളിച്ചിട്ട് ചോദിച്ചു, നീ പ്രസവിച്ചോ? അതെ, പ്രസവിച്ചു. എങ്ങനെ പ്രസവിച്ചു? സുഖപ്രസവമായിരുന്നു. പ്രസവിച്ച പെണ്ണും പറയുന്നത് സുഖപ്രസവം എന്നാണ്. എന്താ കാര്യം എന്നറിയോ? എന്താണ് കാര്യം? പ്രസവത്തിന് ശേഷം തന്റെ മുന്നിലേക്ക് കൊണ്ടുകൊടുക്കുന്ന ആ കുഞ്ഞ് താൻ ഉമ്മയാണ്, ഒരു സ്ത്രീയാണ് എന്ന് ബോധ്യപ്പെടുത്തിയ ആ കുഞ്ഞിന് തന്റെ ചിറകിനടിയിലേക്ക് കിട്ടുമ്പോഴുള്ളൊരു ആനന്ദത്തിന്റെ പേരിലും അതിനുശേഷം താൻ ആർക്കു വേണ്ടിയാണോ പ്രസവിച്ചു കൊടുത്ത തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഒന്ന് കാണുമ്പോൾ ആ പെണ്ണിനുണ്ടാകുന്നൊരു ആനന്ദമാണ് അതിന് മിനിറ്റുകൾക്ക് മുമ്പ് അവൾ അനുഭവിച്ച മരണസമാനമായ വേദനയെ മറക്കാൻ അവൾക്ക് പ്രേരണ കൊടുക്കുന്നത്. അതാണ്. അപ്പൊ ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ പരിചരണം കിട്ടേണ്ടത് എപ്പോഴാണ്? പ്രസവിച്ച ഉടനെയല്ലേ. ആ സമയത്താണ് ഇബ്രാഹിം നബി ഭാര്യയെ കൊണ്ടുവന്ന് എവിടെ ആക്കുന്നത്? മണലാരുണ്യത്തില്. അതും കഴിക്കാൻ ഭക്ഷണമുണ്ടോ? ഇന്ന് പെണ്ണ് പ്രസവിച്ചു കഴിഞ്ഞാൽ അവളുടെ തുണി വാഷ് ചെയ്യാൻ ഒരാള് മാസം 30,000, അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേറൊരു സ്ത്രീ മാസം 25,000 രൂപ, അവൾക്ക് ചൂട് പിടിച്ചു കൊടുക്കാനും അവൾക്ക് ശാരീരിക പരിചരണം നൽകാൻ മറ്റൊരു സ്ത്രീയെ ഏർപ്പാടാക്കുന്നു, 50,000 രൂപ മാസം. ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് ചില സ്ഥലങ്ങളിൽ ഇത് മൂന്നും കൂടെ ഒരു പെണ്ണ് തന്നെ ചെയ്യും. എന്തോ ആയിക്കോട്ടെ, ഒരു പെണ്ണ് പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് തന്നെ കെയർ ചെയ്യുന്നു എന്ന ഒരു തോന്നലാണ്. അതില്ലാത്ത അവസ്ഥയുണ്ടായത് ഹാജർ ബീവിക്കാണ്. പ്രസവിച്ച ഉടനെ കൊണ്ടുവന്ന് മണലാരുണ്യത്തിൽ കളഞ്ഞിട്ട് പെണ്ണുങ്ങൾ ചിന്തിക്കണം, കാലിന്റെ ഇളം ചുവപ്പ് വിട്ടുമാറിയിട്ടില്ല, ഗർഭാശയത്തിന്റെ നനവ് വിട്ടുമാറിയിട്ടില്ല, പ്രസവത്തിന്റെ വേദനയുടെ ആ ഞരക്കവും നീറ്റലും മാറിയിട്ടില്ല. ഇന്നത്തെ പോലെ അനസ്തേഷ്യയോ ഇന്നത്തെ പോലെ മറ്റ് സംവിധാനങ്ങളോ ഒന്നും അന്നില്ല. ആ ഒരു അവസ്ഥയിൽ ആരോരോ സഹായിക്കാനില്ലാത്ത, ഒരു തുള്ളി വെള്ളമില്ലാത്ത മണ്ണിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചു പോകുമ്പോ ആ പെണ്ണ് പിറകെ നടന്നു, ഭർത്താവിന്റെ പിന്നാലെ നടന്നു. എന്നിട്ട് ചോദിച്ചു, ഒന്ന് നിക്കണേ, നിന്നില്ല. ഒന്ന് തിരിഞ്ഞു നോക്കണേ, തിരിഞ്ഞു നോക്കിയില്ല. അവസാനം ഹാജർ ബീവിക്ക് മനസ്സിലായി, ഇത് പടച്ചോൻ പറഞ്ഞിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ എന്റെ ഭർത്താവ് അങ്ങനെ ചെയ്യുന്ന കരുണയില്ലാത്തവനല്ല. ചോദിച്ചു, അല്ലാഹ അമറക ബിഹാദാ, ഇത് പടച്ചോന്റെ കൽപ്പനയാണ്. അപ്പൊ ഇബ്രാഹിം നബി തലകുലുക്കിയിട്ട് പറഞ്ഞു, അതെ. ഹാജർ ബീവി പറഞ്ഞു, ഇതല്ല പൊയ്ക്കോ, ഞങ്ങൾക്ക് പ്രശ്നമല്ല, അല്ലാഹ് സഹായിക്കും, അല്ലാഹ് സഹായിക്കും. ആ സമയത്ത് പാറയുടെ പിന്നിലേക്ക് മാറി നിന്ന് ഇബ്രാഹിം നബി തേങ്ങിക്കൊണ്ടൊരു ദുആ ചെയ്തു. അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. എന്റെ ഭാര്യ നോക്കിക്കൊള്ളണമെന്നല്ല, എന്റെ മോന് പാലില്ല, എവിടെന്നെങ്കിലും കുറച്ച് പാല് കൊടുക്കണമെന്നല്ല ദുആ ചെയ്തത്. അതെന്താന്ന് പിന്നെ പറഞ്ഞുതരാം. ഈ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന ഭർത്താവിന്റെ ഹൃദയം ചഞ്ചലപ്പെട്ടില്ല. ഈ സമയം ഒരു പിതാവ് എന്നുള്ള നിലയിൽ ഇബ്രാഹിം നബിയുടെ മനസ്സ് കുലുങ്ങിയില്ല. അതിനുശേഷം ഇബ്രാഹിം നബിക്ക് 5ാമത്തെ പരീക്ഷണം വന്നു. മറക്കരുത്, 5ാമത്തെ പരീക്ഷണം. ഒന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, 2 രാജസമക്ഷത്തിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്തു, 3 പ്രിയപ്പെട്ട ഭാര്യ, പിന്നെ 3ാമത്തേത് തീക്കുണ്ടാരത്തിൽ വലിച്ചെറിഞ്ഞു. നമ്മൾ ആരും ഈ പൊരിപ്പ് പലഹാരം ഉണ്ടാക്കുന്നത് പോലെ അല്ല ഇബ്രാഹിം നബിയെ തീയിലിട്ടത്.
14 ദിവസം തീയിൽ കിടന്നു എന്നാണ്. 14 ദിവസം, 7 ദിവസം എന്നും അഭിപ്രായമുണ്ട്. ഏതോ ആകട്ടെ, ഇബ്രാഹിം നബി കുലുങ്ങിയില്ല. 4-മത്തേത് തന്റെ മകനെയും ഭാര്യയും കൊണ്ടുവന്ന മണലാരുണ്യത്തിൽ ഉപേക്ഷിച്ചു. ഇബ്രാഹിം നബിക്ക് കുലുക്കമില്ല. ഇനി കേട്ടോ, അഞ്ചാമത്തെ പരീക്ഷണം. 5-മത്തെ പരീക്ഷണം ഏതെന്നറിയോ? മകൻ വളർന്നു, നടക്കാനുള്ള പ്രായമെത്തി. വാപ്പ ഇറാഖിൽ നിന്ന് തിരിച്ചു വരികയാണ്. നിങ്ങൾ ചിന്തിക്കണം, ഓടി വന്നു. മക്കളില്ലാതിരുന്ന് കിട്ടിയ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട വാപ്പ ഉപേക്ഷിച്ചിട്ട് പോയി തിരിച്ചു വന്നു. ഹാജർ ബീവിയെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ പറയും, നല്ല സമയത്ത് നിങ്ങളില്ല, ഇനി നിങ്ങളെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് പടിയടച്ച് പിണ്ടം വെക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ ഹാജർ ഒരക്ഷരം മിണ്ടിയില്ല. മകൻ ഇതിനിടയിൽ മകനെ ഉമ്മ ബ്രെയിൻ വാഷ് ചെയ്ത് ആ മകനെ ഉമ്മയിലേക്ക് ചേർത്ത് നിർത്തുമായിരുന്നു. സാധാരണ നമ്മുടെ പെണ്ണുങ്ങളാണെങ്കിൽ. ഹാജർ വന്നപ്പോ ഇസ്മായിൽ നബിയെ കൂടെ അങ്ങോട്ട് വിട്ടുകൊടുത്തു. മോന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ നീ കുളിച്ചൊരുങ്ങി നല്ല ഡ്രസ് ഇട്ട് വരുവോ? മകൻ ന്യായമായും ചിന്തിച്ചത്, വാപ്പ ഇവിടുന്ന് പോയിട്ട് തിരിച്ചു വന്ന് ഇനി എനിക്ക് നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു തരാൻ വേണ്ടി വാപ്പ എന്നെ കളികൾ കാണാനും കൗതുക കാഴ്ചകൾ കാണാനും കൊണ്ടുപോകാനായിരിക്കുമെന്ന് ചിന്തിച്ച പൊന്നുമോന് തെറ്റുപറ്റിപ്പോയി. മോൻ ചോദിച്ചു, വാപ്പ എങ്ങോട്ടാ? വാപ്പ പറഞ്ഞു, നിന്നെ ബലി കൊടുക്കണമെന്ന് അല്ലാഹുവിന്റെ കൽപ്പന വന്നിരിക്കുകയാണ്. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കയ്യിൽ ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നുമോന് വിരലിൽ തൂങ്ങിയിട്ട് കാഴ്ചകൾ കണ്ട് മിനായിലേക്ക് പോകുമ്പോ ആ മിനാ താഴ്വരയിൽ ചരിച്ച് കിടത്തിയിട്ട് ഇബ്രാഹിം നബി എന്ന പിതാവ് ഇസ്മായിൽ നബിയുടെ കഴുത്തിലേക്ക് കപ്പിവെച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മനസ്സ് പതറിയില്ല. ഞാഞ്ഞറക്കുകയാണ്, പടച്ചോന്റെ കൽപ്പന നിറവേറ്റുകയാ. എങ്ങനെയാണ് ഒരു ഉപ്പാന് സഹിക്കുക? എങ്ങനെയാണ് പിതൃഹൃദയത്തിൽ താങ്ങാൻ പറ്റുക? ഒരു പിതാവിനെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നതാണോ? ഒരു വാപ്പാക്ക് ചെയ്യാൻ പറ്റുന്നതാണോ? കൊല്ലാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു വന്ന വാപ്പയുടെ കയ്യിൽ ഒരുക്കിയിട്ട് കൊടുക്കാൻ ഒരു ഉമ്മയ്ക്ക് എങ്ങനെയാണ് കഴിയുക? അതാണ് പ്രിയപ്പെട്ടവരെ പഠിക്കേണ്ടത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, വേണ്ട ഇബ്രാഹിമേ, നീ വിജയിച്ചിരിക്കുകയാണ്, നീ പരീക്ഷയിൽ വിജയിച്ചിരിക്കുകയാ. ഇവിടെ ഇസ്മായിൽ നബിയെ കഴുത്തിൽ കത്തിവെച്ച് അറുക്കാൻ വേണ്ടി മിനായിലേക്ക് കൊണ്ടുവന്നപ്പോ ഇബ്രാഹിം നബി തളർന്നു പോയില്ല. ഈ 5 പ്രതിസന്ധികൾ ഇബ്രാഹിം നബി നേരിട്ടപ്പോഴും ഇബ്രാഹിം നബി തളർന്നിട്ടില്ല. തളർന്നത് എവിടെയാണെന്നറിയോ? ഈ 5 സ്ഥലത്ത് നമ്മൾ തളരും. ഇബ്രാഹിം നബി തളർന്ന സ്ഥലത്ത് നമ്മൾ അനങ്ങാ പാറയെ പോലെ നിൽക്കും. അതാ നമ്മളും ഇബ്രാഹിം നബിയും തമ്മിലുള്ള വ്യത്യാസം, അജഗജാന്തര വ്യത്യാസമുണ്ട്. ഇബ്രാഹിം നബി ഈ 5 സ്ഥലത്ത് തളർന്നില്ല. കാരണം എന്തെന്നറിയോ? വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് എന്നെയാണ്, എന്റെ വിഷയമാണ്, ഞാൻ സഹിച്ചോളാം. രാജസമക്ഷത്തിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്തത് എന്റെ വിഷയമാണ്, ഞാൻ നേരിട്ടോളാം. ഈ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞത് എന്നെയാണ്, ഞാനത് അനുഭവിച്ചോളാം. പിന്നെയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാര്യയെയും മക്കളെയും ഉപേക്ഷിക്കാൻ അല്ലാഹു പറഞ്ഞത് സ്വന്തം ഭാര്യയാണ്, സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെയാണ്, അത് ഞങ്ങൾ അങ്ങ് സഹിച്ചോളാം. പൊന്നുമോന്റെ കഴുത്തിൽ കത്തിവെച്ചിട്ട് ബലി കൊടുക്കാൻ അല്ലാഹുവിന്റെ കൽപ്പന വന്നത് ഞാനും എന്റെ പൊന്നുമോനും തമ്മിലുള്ളതാണ്, അത് ഞങ്ങൾ അങ്ങ് സഹിച്ചോളാം. ഈ 5 സ്ഥലത്ത് തളർന്നില്ല. പക്ഷെ ഇബ്രാഹിം നബി തളർന്നു പോയത് എവിടെയാണെന്നറിയോ? സഹോദരങ്ങളെ കേട്ടോ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹൂദിൽ അല്ലാഹു പറയുന്നുണ്ട് ഇബ്രാഹിം നബി തളർന്നത് എവിടെയാണ്? ഫലമ്മാ ذهب عن إبراهيم الروع وجاءته البشرى يجادلنا في قوم لوط. അവിടെയാണ് ഇബ്രാഹിം നബി തളർന്നത്. എവിടെ? 5 സ്ഥലത്തും ഇബ്രാഹിം നബി പതറിയില്ല, തളർന്നുമില്ല, കരഞ്ഞുമില്ല, സങ്കടപ്പെട്ടുമില്ല, ചഞ്ചലനായതുമില്ല. ഒരിക്കലും ഇബ്രാഹിം നബിക്ക് ഒരു പരിഭവമില്ല, പരാതിയുമില്ല. പക്ഷെ ഇബ്രാഹിം നബിക്ക് സങ്കടം വന്നത് എവിടെയാണെന്നറിയോ?
ഒരിക്കൽ കുറച്ച് ചെറുപ്പക്കാര് വീട്ടിലേക്ക് വന്നു. കേട്ടോ, കുറെ ചെറുപ്പക്കാര് വീട്ടിലേക്ക് വന്നു. നല്ല കാണാൻ സുന്ദരന്മാരാണ്, കറുത്ത തലമുടി, വെളുത്ത ശരീരം, നല്ല ചെറുപ്പക്കാര് വീട്ടിലേക്ക് വന്നു. ആ സമയത്ത് നിങ്ങൾ എവിടെന്ന് വന്നു, നിങ്ങൾ എന്തിനു വന്നു ചോദ്യം പിന്നെ. ആദ്യം എന്താണ്, നേരെ അടുക്കളയിൽ ചെന്ന് നല്ല ഇറച്ചിയും പത്തിരിയും കൊണ്ടുവന്ന് അവരുടെ മുന്നിലേക്ക് വെച്ചിട്ട് പറഞ്ഞു, ഖാല അലാ തഅകുലൂൻ, നമുക്ക് തിന്നാം, ആദ്യം കഴിക്കാം. നിങ്ങൾ ആരാന്ന് എനിക്കറിയില്ല, നമുക്ക് ഭക്ഷണം കഴിച്ചിട്ടാകാം. ഇതാണ് ചെയ്യേണ്ടത്. ഒരാള് വീട്ടിൽ വന്നാൽ നമ്മൾ സാധാരണ പെണ്ണുങ്ങളെ ചോദിക്കും, വല്ലതും കഴിച്ചായിരുന്നോ എന്ന് ചോദിക്കും. വിശന്ന് വരുന്നവനാണെങ്കിൽ പോലും പറയും, ഞാൻ ഇപ്പൊ കഴിച്ചിട്ടാ വന്നേന്ന് പറയും. കാരണം അവന് അഭിമാനം ഉണ്ടല്ലോ. ഇതൊന്നും ചോദിക്കരുത്. ഒരാള് വന്നാൽ ആദ്യം ഭക്ഷണം കൊടുക്കണം എന്ന് കരുതി വീട്ടിന്റെ മുമ്പ് കൂടെ പോകുന്ന പരിചയമില്ലാത്തവരൊക്കെ വീട്ടിൽ കയറ്റിയിട്ട് ആദ്യം ഭക്ഷണം കൊടുക്കണമെന്നല്ല ഈ പറഞ്ഞത്. വീട്ടിലൊരു അതിഥി വന്നാൽ എപ്പോഴിറങ്ങി, എന്തിലാ വന്നേ, ഇനി എന്നാ പോകുന്നേ, ഇതൊന്നും ചോദിക്കരുത്. അതൊക്കെ പിന്നെ ആവാം. ആദ്യം അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം. ഇത് ഇബ്രാഹിം മില്ലത്താണ്. അവിടെയല്ല നമ്മുടെ വിഷയത്തിന്റെ ആ കണക്ട് വരുന്നത്. ഇബ്രാഹിം നബി നല്ല ചെറുപ്പക്കാര് വന്നപ്പോ അവർക്ക് ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ട് കൊണ്ടുവച്ചിട്ട് പറഞ്ഞു, ഖാല അലാ തഅകുലു, തിന്നല്ലേ, തിന്നാൻ വേണ്ടിയിരുന്നു. ഇബ്രാഹിം നബിക്ക് ഒരു പ്രത്യേകതയുണ്ട്, അതിഥിയോടൊപ്പം അല്ലാതെ ഇബ്രാഹിം നബി ഭക്ഷണം കഴിച്ചിട്ടേ ഇല്ല. ഇബ്രാഹിം നബിക്ക് ഖലീൽ എന്ന പേര് കിട്ടാൻ ഒരു കാരണം അതാണ്. അതിഥിയോടൊപ്പം അല്ലാതെ ഇബ്രാഹിം നബി ഭക്ഷണം കഴിച്ചിട്ടില്ല. നമ്മളാണെങ്കിലോ, നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നിട്ടുമില്ല, ഇനി വന്നാൽ തന്നെ നമ്മൾ ചെയ്യുന്നത് എന്താ, അവര് പോയിട്ട് നമ്മൾ കഴിക്കാനിരിക്കൂ. അത് തെറ്റാ. നമ്മൾ കൂടെ ഇരിക്കണം. കൂടെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ എപ്പോഴിരിക്കണം, അവരെ പിടിച്ചിരുത്തിയിട്ട് നമ്മൾ ഇരുന്നാ പോരാ. നമ്മൾ എന്തു വേണം, ആദ്യം ഇരിക്കണം, എന്നിട്ട് അവരെ കൂടെ പിടിച്ചിരുത്തണം. അപ്പൊ അവർക്കൊരു ജാള്യത ഉണ്ടാവൂല. കഴിച്ചു കഴിഞ്ഞാൽ നീ ആദ്യം എണീക്കരുത്, അതിഥികൾ എഴുന്നേറ്റിട്ടേ നീ എഴുന്നേക്കാൻ പാടുള്ളൂ. അതാണ് അതിന്റെ രീതി. ഇബ്രാഹിം അലൈഹിസ്സലാം ഭക്ഷണം കൊണ്ട് വെച്ചിട്ട് കഴിക്കാൻ പറഞ്ഞപ്പോ വന്ന ചെറുപ്പക്കാര് കൈനീട്ടുന്നില്ല, അവര് ഭക്ഷണം കഴിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബിയുടെ മനസ്സിൽ പേടിയായി, ഇബ്രാഹിം നബിക്ക് ഭയമായി. എന്തേ, എന്റെ ആതിഥേയ മര്യാദ അവർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ, എന്റെ സൽക്കാരം അവർക്ക് പിടിക്കാത്തത് കൊണ്ടാണോ, എന്നെ അവർക്ക് ബോധിക്കാത്തത് കൊണ്ടാണോ? സങ്കടപ്പെട്ട് വിഷമത്തോടെ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവര് തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ഭക്ഷണം കഴിക്കാൻ പറ്റൂല. കാരണം ഞങ്ങളുടെ ഭക്ഷണം തസ്ബീഹാണ്, ഞങ്ങളുടെ ഭക്ഷണം തഹ്ലീലാണ്, ഞങ്ങളുടെ ഭക്ഷണം തംജീദാണ്, തക്ബീറാ. ഇബ്രാഹിം നബിക്ക് മനസ്സിലായി, വന്നത് മനുഷ്യരല്ല മലക്കുകളാണ്, വന്നത് മലായിക്കത്തുകളാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ നിന്ന് ഭയം അപ്പോഴാണ് മാറിയത്. ഞാൻ അതിഥി സൽക്കാരം നടത്തിയപ്പോൾ എന്റെ ആതിഥേയം അവർക്ക് പിടിച്ചില്ലേ എന്ന പേടി ഇബ്രാഹിം നബിക്ക് മാറിയതപ്പോഴാണ്. അതാണ് അല്ലാഹ് പറഞ്ഞത്, ഫലമ്മാ ദഹബ അൻ ഇബ്രാഹിം ഇബ്രാഹിം നബിയുടെ ഉള്ളിലെ പേടിയും ഭയവും അങ്ങ് മാറിയപ്പോൾ, എന്നിട്ട് ഇബ്രാഹിം നബി ചോദിച്ചു അവരോട്, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? മലക്കുകളാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ വന്നത്? ആ സമയത്ത് അവര് പറഞ്ഞത് എന്തെന്നറിയോ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഒരു സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കുകയാ. ആ സന്തോഷ വാർത്ത ഏതെന്നറിയോ, തനിക്കൊരു കുഞ്ഞില്ലല്ലോ, ഹാജർ ബീവിയിലൂടെ നിങ്ങൾക്കൊരു മോനെ അല്ലാഹ് തരാൻ പോവുകയാ. ഈ സന്തോഷത്തിന്റെ വർത്തമാനം മലക്കുകൾ കൊടുത്തു. ആ സമയത്ത് മലക്കുകളുടെ ഇടയിൽ ഇബ്രാഹിം നബി അത്ഭുതത്തോടെ, ഇബ്രാഹിം നബിയുടെ ഭാര്യ അതിലേറെ ആശ്ചര്യത്തോടെ, എനിക്കെങ്ങനെ കുഞ്ഞുണ്ടാകാനാണ്? ഈ മലക്കുകൾ പറഞ്ഞു, അല്ലാഹു തീരുമാനിച്ചത് നടക്കുമല്ലോ ഹാജറേ. അങ്ങനെ പടച്ചവൻ ഇസ്മായിലിനെ കൊടുക്കാമെന്ന സുവിശേഷം മലക്കുകളെ കൈമാറി. അവര് പോകാൻ ഇറങ്ങുമ്പോ ഇബ്രാഹിം നബി ചോദിച്ചു, നിങ്ങൾ ഇനി എങ്ങോട്ടാ പോകുന്നത്? ആ സമയത്ത് അവര് പറഞ്ഞു, ഞങ്ങൾ പോകുന്നത് ലൂത്ത് നബിയുടെ ജനതയിലേക്കാ. എന്താ അവിടത്തെ വിശേഷം? ആ സമയത്ത് അവര് പറഞ്ഞു, ലൂത്തിന്റെ ജനതയെ നശിപ്പിക്കാൻ പോവുകയാ. ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിക്കാൻ
നശിപ്പിക്കാനാണ് ഞങ്ങൾ പോകുന്നത്. ആ സമയത്ത് ലൂത്ത് നബി അലൈഹിസ്സലാമിന് എങ്ങനെയാണ് നിങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിയുക? എന്റെ ലൂത്ത് എന്റെ സഹോദരന്റെ മകനാണ്, ഇബ്രാഹിം നബിയുടെ ജേട്ടന്റെ മകനാണ് ലൂത്ത് നബി. ഇബ്രാഹിം നബി ചോദിച്ചു, ലൂത്ത് എന്ത് തെറ്റു ചെയ്തിട്ടാ ലൂത്തിനെ നിങ്ങൾ നശിപ്പിച്ചു കളയോ? അവര് പറഞ്ഞു ഇല്ല. അപ്പൊ ചോദിച്ചു, 100 കണക്കിന് വിശ്വാസികളില്ലേ ലൂത്തിനെ കൊണ്ട് വിശ്വസിച്ചവര്, അവർക്ക് നാശമുണ്ടോ? ഇബ്രാഹിം നബിയോട് മലക്കുകൾ പറഞ്ഞു ഇല്ല, അവർക്കൊന്നും സംഭവിക്കൂല. പിന്നെ സംഭവിക്കുന്നത് ലൂത്ത് നബിയെ കൊണ്ട് വിശ്വസിക്കാത്ത ജനത, ലൂത്ത് നബിയുടെ ചൂരുമേറ്റ് കൂടെ കിടന്ന ഭാര്യ വാഹില, ഇവർക്ക് അല്ലാഹുവിന്റെ പരീക്ഷണമുണ്ട്, അവരെ അല്ലാഹു വെറുതെ വിടില്ല കേട്ടോ എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം നബി ആ മലക്കുകളോട് തർക്കമുന്നയിച്ചേക്കുകയാ. സഹോദരങ്ങളെ, ഇവിടെയാ നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാഹു പറഞ്ഞല്ല യുജാദിലുനാ ഫീ ഖൗമി ലൂത്ത്. ഇബ്രാഹിം നബി ഇതാ ലൂത്തിന്റെ ജനതയുടെ വിഷയത്തിൽ ഞങ്ങളോട് തർക്കിക്കുകയാണ്. പെങ്ങളെ, ചിന്തിച്ചു നോക്ക്. എന്റെ സഹോദര, ഒന്നും മനസ്സിലാക്ക്. സ്വന്തം പ്രതിസന്ധികൾ 5 വന്നപ്പോ കുലുങ്ങാതിരുന്ന ഇബ്രാഹിം നബി, ചഞ്ചലനാകാതിരുന്ന ഇബ്രാഹിം നബി എവിടെയാണ് സങ്കടപ്പെട്ടത്? ഒരു സമുദായത്തിന്റെ നാശം ഉണ്ട് എന്ന് അറിഞ്ഞപ്പോഴാണ്. സ്വന്തം പ്രയാസങ്ങൾ വന്നപ്പോ അതൊന്നും കുഴപ്പമില്ല. ഇബ്രാഹിം നബിയുടെ മില്ലത്ത് മുറുകെ പിടിക്കേണ്ട ഒന്നാമത്തതായി പറയുന്നത്, ഇനി എത്രയോ കിടക്കുന്നുണ്ട്. അറിവുള്ളവർക്ക് അതിലേറെ പറയാൻ കഴിയും, അറിവില്ലാത്ത എനിക്ക് ഇനിയും പറയാൻ കഴിയും. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയേ പ്രിയപ്പെട്ടവരെ, മഹാനായ ഇബ്രാഹിം നബി സ്വന്തം പരീക്ഷണങ്ങൾ വരുമ്പോ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് വിചാരണ ചെയ്തു, തീക്കുണ്ടത്തിലെറിഞ്ഞു, ഭാര്യയും മോനെ ഉപേക്ഷിക്കേണ്ടി വന്നു, മോനെ ബലി കൊടുക്കേണ്ടി വന്നു. ഈ പരീക്ഷണ ഘട്ടങ്ങളിലൊന്നും തളരാതെ, തകരാതെ, കരയാതെ, ചഞ്ചലപ്പെടാതെ, പൊട്ടാതെ, ചീറ്റാതിരുന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തളർന്ന് തകർന്ന് ചഞ്ചലപ്പെട്ടു പോയത് ഒരേ ഒരു സമയമാണ്. അതാണ് ഇബ്രാഹിം നബിയുടെ സഹജീവി സ്നേഹത്തിന്റെ സാഗര പ്രവാഹം സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം. നമ്മളെ ജീവിതത്തിൽ ഇല്ലാതെ പോയത് അതാണ്. നമ്മൾ സുരക്ഷിതരാണ്, അൽഹംദുലില്ലാഹ്. മറ്റുള്ളവർക്ക് എന്ത് വന്നാലും നമുക്ക് പ്രശ്നമല്ല. അത് ഇബ്രാഹിം മില്ലത്തിന്റെ ഓപ്പോസിറ്റാണ്. ഞാൻ എപ്പോഴും പറയുന്നു, മാർക്കം ചെയ്തത് കൊണ്ട് ഇബ്രാഹിം മില്ലത്താവൂല. ഈ സ്വഭാവം നമ്മളിൽ ഉണ്ടാകണം. അപ്പുറത്തുള്ളവന് സന്തോഷം കിട്ടട്ടെ എന്ന് നമ്മൾ കരുതണം. ഇപ്പൊ മാർക്ക് വന്നല്ലോ പരീക്ഷയ്ക്ക്, +1, +2, SSLC. നമ്മുടെ മക്കൾക്ക് ഒരക്കം മാർക്ക് കുറഞ്ഞ് അതിനേക്കാൾ കൂടുതൽ അപ്പുറത്തുള്ള വീട്ടിലെ ഏതെങ്കിലും കുട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുവോ? നമുക്ക് ഉറക്കം വരുവോ? നമ്മുടെ മോന് കിട്ടുന്നതിനേക്കാൾ 1 മാർക്ക്, ഒരക്കം കൂടുതൽ അപ്പുറത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരൂല. അങ്ങനെ കിട്ടിയാൽ കുഴപ്പമില്ല, കിട്ടട്ടെ എന്ന് കൊതിക്കുന്നത് ഒറ്റ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. അതേതില്ല, നമുക്ക് കിട്ടുന്നതിനേക്കാൾ ഒരക്കം കൂടുതൽ അപ്പുറത്ത് കിട്ടിക്കോട്ടെ എന്ന് ചിന്തിക്കുന്നത് കറണ്ടിന്റെ ബില്ല് വരുമ്പോഴാണ്. കറണ്ടിന്റെ ബില്ല് വരുമ്പോൾ എനിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കിട്ടിക്കോട്ടെ, പ്രശ്നമല്ല. മാർക്ക് വരുമ്പോൾ അവൻ തോറ്റ് കിടന്നോട്ടെ, എന്റെ മുഖം ജയിച്ച് പൊക്കോട്ടെ, ആ ഒരു ചിന്തയല്ലേ നമുക്കുള്ളത്. എങ്ങനെ ഇബ്രാഹിം മില്ലത്താവും? ഒരു മനുഷ്യർ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോ, നമ്മുടെ നാട് സുരക്ഷിതമാണ്, ഫലസ്തീനിൽ പാവപ്പെട്ട മക്കൾ ചതച്ചരയ്ക്കപ്പെടുമ്പോൾ, അവർ കൊന്നൊടുക്കപ്പെടുമ്പോൾ, അൽഹംദുലില്ലാഹ് കേരളത്തിൽ നമ്മൾ സുരക്ഷിതരാണ് എന്ന് പറയുന്നത് ഇബ്രാഹിം മില്ലത്തിനെതിരാണ്. ഉത്തരേന്ത്യയിൽ മുസ്ലിം സമുദായത്തിന്റെ മദ്രസകളും പള്ളികളും ബുൾഡോസറിന്റെ മുകളിൽ ഇരിക്കുമ്പോ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല, അല്ലാഹ് കാത്തു, അൽഹംദുലില്ലാഹ് എന്ന് ചിന്തിക്കുന്നത് ഇബ്രാഹിം മില്ലത്തിനെതിരാണ്. അവരുടെ സങ്കടം നമ്മുടെ സങ്കടമാകണം. അതാണ് ഇബ്രാഹിം മില്ലത്തിൽ 1. ജീവിതത്തിൽ 5 പരീക്ഷണങ്ങളിൽ പതറാതിരുന്ന ഇബ്രാഹിം നബി ഒരു സമുദായത്തിന്റെ സമൂഹത്തെ നശിപ്പിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ വാചാലനായി. അല്ലാഹ് പറഞ്ഞ വാക്കെന്താ? യുജാദിലുനാ ഫീ ഖൗമി ലൂത്ത്. ഇബ്രാഹിം എന്നോട് തർക്കിക്കാൻ തുടങ്ങിയെന്നാണ്. അറുക്കാൻ പറഞ്ഞപ്പോ കൊണ്ട് കിടത്തി അറുക്കാൻ തുടങ്ങിയ ഇബ്രാഹിം നബി, കൊണ്ട് കളയാൻ പറഞ്ഞപ്പോ കൊണ്ട് കളഞ്ഞ ഇബ്രാഹിം നബി, യാതൊരു കൂസലും ഇല്ലാതെ പടച്ചോന് വേണ്ടി എന്ത് സമർപ്പിക്കാൻ തയ്യാറുള്ള ഇബ്രാഹിം നബി. ഒരു ജനതയെ നശിപ്പിക്കാൻ വേണ്ടി അല്ലാഹ് തീരുമാനിച്ചപ്പോ അല്ലാഹ് പറയാ, യുജാദിലുനാ ഫീ ഖൗമി ലൂത്ത്. എന്നോട് ലൂത്ത് നബിയുടെ ജനതയുടെ വിഷയത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണത്രേ.
ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അത് നമ്മുടെ ജീവിതത്തിൽ വരട്ടെ. ഒരാൾക്കുണ്ടാകുന്ന ഒരു വിഷമം നമ്മുടെ വിഷമമാകണം, ഒരാൾക്കുണ്ടാകുന്ന ഒരു പ്രയാസം നമ്മുടെ പ്രയാസമാകണം. നമ്മൾ അങ്ങനെ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. ഇപ്പൊ തന്നെ നമ്മൾ ചിന്തിക്കും, വഴല് സംഘാടകർ ഇപ്പൊ ഓടി ലത്തീഫും അതുപോലെ തന്നെ നമ്മുടെ അബ്ദുൽ കരീം സാഹിബും ഒക്കെ, അതുപോലെ ഉസ്താദുമാരൊക്കെ ഓടി നടന്ന് പാടുപെട്ട് കഷ്ടപ്പെട്ട്. ഞാൻ തിരുവനന്തപുരത്ത് കഴിഞ്ഞ റമളാനില് 27-നാണെന്ന് തോന്നുന്നു, ചെറിയങ്കീട് എന്ന് പറയുന്ന പ്രദേശത്ത് ഞാൻ പ്രഭാഷണത്തിന് പോകുമ്പോ അവിടെ ദുആക്ക് വേണ്ടി വന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് ജമലുല്ലൈലി തങ്ങളാണ്. ആ സമയത്താണ് ഞാൻ ലത്തീഫിനെ ആദ്യമായിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതും. അവിടെ വെച്ച് എന്നോട് പറഞ്ഞു, ഉസ്താദ് ഞങ്ങളുടെ നാട്ടിലൊരു സലാത്തുൻ നാരിയുണ്ട്, അവിടെ വരണോന്ന് പറഞ്ഞു. ബുക്ക് ചെയ്തു. മെനിങ്ങാന്ന് നിലമ്പൂരിലാണ് എന്റെ പരിപാടി. നിലമ്പൂരിനടുത്ത് തുവ്വൂർ എന്ന് പറയുന്ന പ്രദേശത്ത് പരിപാടിയില്ല. സ്റ്റേജ് ഒന്നാടെ ഒലിച്ചുപോയി. ആ ഒരു അവസ്ഥ നമുക്ക് വന്നില്ല. അൽഹംദുലില്ലാ. പുരുഷന്മാർക്ക് അല്പം കുറവുണ്ടെങ്കിലും സ്ത്രീകൾക്ക് കുറവൊന്നുമില്ല. എങ്കിലും ഉദ്ദേശിച്ച അത്രയും പൂർത്തിയായിട്ടില്ല. എന്നാലും നടന്നല്ലോ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹുവിന് 1000 സ്തുതി. നശിച്ച മഴ, ഒടുക്കത്തെ കാറ്റ്, പണ്ടാരടങ്ങിയ വെയില്, ഇതൊന്നും പറയരുത്, അങ്ങനെയൊന്നും പറയരുത്. യൂദീൻ ഇബ്നു ആദം, അള്ളാഹു പറയുന്നു, എന്റെ അടിമകൾ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കാൻ വീട്ടിലൊരു കസേര ഉണ്ടാക്കിയാൽ കസേര മോശമായി എന്നതിന്റെ പേരിൽ കസേര ആരെങ്കിലും ചീത്ത വിളിക്കുവോ? ഇതുണ്ടാക്കിയവനെ വിളിച്ചിട്ട് പറയും, നീ എന്ത് പണിയാടാ കാണിച്ചെന്ന് ചോദിക്കും. കാറ്റും കോളും മഴയും വന്നാൽ കാറ്റും മഴയെ നമ്മൾ ചീത്ത വിളിക്കുന്നു. ഒടുക്കത്ത മഴ, പണ്ടാരടങ്ങുന്ന വെയില്, എന്തൊരു നശിച്ച കാറ്റാണ്. ഇതൊക്കെ നമ്മൾ പറയുമ്പോ ഈ പറയപ്പെടുന്ന വസ്തുക്കളെ അല്ല നമ്മൾ ചീത്ത വിളിക്കുന്നത്, ഇതിന്റെ സൃഷ്ടാവായ ഖാലിഖായ അള്ളാഹുവിനെയാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പറയരുത്. ചൂട് ശക്തമായ പറയണം, പടച്ചോനെ ഇന്ന് ഇത്രയും ചൂട് വരാൻ കാരണം എന്താ? നരകത്തിന്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. തണുപ്പ് കൂടിയാലോ? നരകത്തില് ചൂട് മാത്രമാണോ? നമ്മൾ കരുതിയിരിക്കുന്ന നരകത്തില് ചൂട് മാത്രമാണെന്നാണ്. അല്ല, നരകത്തിലൊരു പ്രദേശമുണ്ട്. ആ പ്രദേശത്തിന്റെ പേര് സംഹരീറു ജഹന്നം എന്നാണ്. നരകത്തിലെ കഠിനമായ തണുപ്പ്, സഹിക്കാൻ പറ്റാത്ത തണുപ്പ്. നമ്മൾ ചിന്തിക്കും, അല്ലാ എന്തായാലും നീ നരകത്തിയിടുന്നെങ്കിൽ തീയിലിടരുത്, നീ കൊണ്ടുവന്ന ഞങ്ങളെ ആ തണുപ്പിലേക്ക് അങ്ങ് എറിഞ്ഞാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും കിടന്നോളാലോ. ചിന്തിക്കുന്നത് പോലെയല്ല. സംഹരീറു ജഹന്നം എന്ന് പറയുന്ന നരകത്തിന്റെ തണുപ്പ് കഠോരമാണ്. തണുപ്പ് കൂടുമ്പോ നിങ്ങൾ പറയണം, അല്ലാഹുവേ ഇന്ന് ഇത്രയും തണുപ്പ് വരാൻ കാരണം എന്താ? നജ്ജിനി മിൻ സംഹരീരി ജഹന്നമ, നരകത്തിന്റെ തണുപ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അതാണ് സത്യവിശ്വാസി ചെയ്യേണ്ടത്. അല്ലാതെ നശിച്ച ചൂട് എന്നൊന്നും പറഞ്ഞ് അള്ളാഹുവിനെ ചീത്ത വിളിക്കരുത്. അള്ളാഹു പൊറുക്കൂല, അവൻ പരീക്ഷണം തന്നുകൊണ്ടിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മറക്കാതിരിക്കാൻ, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി അള്ളാഹുവിന്റെ ഖലീലിനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി തന്ന അള്ളാഹ് അവന്റെ വിശുദ്ധമായ കലാമിലൂടെ പരിചയപ്പെടുത്തുകയാ. ഇബ്രാഹിം നബിയിൽ നിന്ന് പഠിക്കേണ്ട കാര്യം ഏതെന്നറിയോ? സഹജീവികളോടുള്ള സ്നേഹമാണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഹാജർ ബീവിയെയും ഇസ്മായിൽ നബിയെയും അവിടെ കൊണ്ട് ഉപേക്ഷിച്ചിട്ടൊരു പാറയുടെ പിന്നിലേക്ക് മാറി നിന്നു. ഹാജർ കാണുന്നില്ല, ഇസ്മായിൽ കാണുന്നില്ല. ഇബ്രാഹിം നബി പാറയുടെ പിന്നിലേക്ക് മാറി നിന്നിട്ട് 2 കരങ്ങൾ ഉയർത്തുകയാണ്. എന്നിട്ട് ദുആ ചെയ്ത ദുആ ഏതെന്നറിയോ? പടച്ചവനെ, എന്റെ ഭാര്യ പ്രസവിച്ച ദിവസങ്ങളെ ആയുള്ളൂ, അവളെ നീ നോക്കിക്കൊള്ളണേ അല്ലാ. എന്റെ പൊന്നുമോനെ ജീവിതത്തിന്റെ സായം സന്ധിയിൽ നീ തന്നതല്ലേ റബ്ബേ, എന്നിട്ട് ആ മകനെ നീ ഉപേക്ഷിക്കാൻ പറഞ്ഞല്ല റബ്ബേ. എന്റെ പൊന്നുമോനെ നീ തുണയാകണേ അല്ലാ എന്നല്ല ഇബ്രാഹിം നബി ദുആ ചെയ്തത്. ഇബ്രാഹിം നബി മാറി നിന്നിട്ട് 2 കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്തത് എന്താണെന്നറിയോ? വൈദ ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനാ വർസുഖ് അഹ്ലഹു മിനൽ തമറാത്ത്
ഇബ്രാഹിം നബിയുടെ ദുആ ഇങ്ങനെയാണ്, അല്ലാഹുവേ ഈ മണ്ണ് നിർഭയത്വത്തിന്റെ മണ്ണാക്കണേ അല്ലാ. യുദ്ധം മാത്രം കണ്ടിരുന്ന ഭൂമി, കൊലയും കൊള്ളയും മാത്രമുണ്ടായിരുന്ന മണ്ണ്. ഇബ്രാഹിം നബി ദുആരന്നു, റബ്ബി ജഅൽ ഹാദാ ബലദന ആമിന, ഇത് നിർഭയത്വത്തിന്റെ മണ്ണാക്കണേ അല്ലാ. ആയില്ലേ? ഉമർ തങ്ങൾ പറയണ, എന്റെ വാപ്പായെ കൊന്നവനെ ഞാൻ ഈ ഹറമിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ തൊടു